വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ജോഗ്രഫി ചാപ്റ്റർ 1 ആണ്. ഇന്ത്യ സ്ഥാനം. ഇന്ത്യ വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയും വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ നമുക്കറിയാം എവിടെ തൊട്ട് എവിടെ വരെയാണ്. വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയാണ്. കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയാണ് ഇന്ത്യ വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ത്യയുടെ രാജ്യ അതിർത്തി തീരദേശത്ത് നിന്ന് വ്യാപിച്ചിരിക്കുന്നത് 12 നോട്ടിക്കൽ മൈൽ വരെയാണ്. അപ്പോൾ 12 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 12 നോട്ടിക്കൽ മൈൽ എന്നാൽ 21.9 കിലോമീറ്റർ. ഇത് ഓപ്ഷനിലില്ല എന്നുണ്ടെങ്കിൽ 22 കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ 22 കിലോമീറ്റർ അല്ലെങ്കിൽ 21.9 കിലോമീറ്റർ ആണ് 12 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. വേറെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് പോയിൻ്റാണ് 1 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1.852 കിലോമീറ്റർ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു വിടാം. അപ്പോൾ ഒരു നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ 1.852 കിലോമീറ്റർ ആണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ രാജ്യാതിർത്തി തീരദേശത്ത് നിന്ന് എത്ര നോട്ടിക്കൽ മൈൽ വരെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അത് 12 ആണ്. എത്ര കിലോമീറ്റർ ആണ് 12 നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ 21.9 അല്ല എങ്കിൽ 22 ആണ് ആൻസർ. ഇന്ത്യയുടെ തെക്കൻ അതിർത്തി ബംഗാൾ ഉൾക്കടലിൽ വ്യാപിച്ചിരിക്കുന്നത് 6 ഡിഗ്രി 45 മിനിറ്റ് ഉത്തര അക്ഷാംശം വരെയാണ്. അപ്പോൾ ഇന്ത്യയുടെ തെക്കൻ അതിർത്തി എത്ര വരെ വ്യാപിച്ചിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ 6 ഡിഗ്രി 45 മിനിറ്റ് ഉത്തര അക്ഷാംശം വരെയാണ്. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും ഏകദേശം 30 ഡിഗ്രി വീതമാണ്. അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും ഏകദേശം 30 ഡിഗ്രി വീതമാണ്. ഇന്ത്യയുടെ വടക്ക് തെക്ക് ദൈർഘ്യം 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ വടക്ക് തെക്ക് ദൈർഘ്യം 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൈർഘ്യമാണ് 2933 2933 കിലോമീറ്റർ. അപ്പോൾ നമ്പറായിട്ട് തന്നെ പഠിക്കുക. വടക്ക് തെക്ക് 3214 കിഴക്ക് പടിഞ്ഞാറ് 2933 എന്നങ്ങ് പഠിച്ചു വെക്കുക. അപ്പോൾ അത്രയും കിലോമീറ്ററുകളാണ് ദൈർഘ്യം വരുന്നത്. 2 രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം ധ്രുവങ്ങളിലേക്ക് പോകുന്നവർ എന്ത് സംഭവിക്കുന്നു? കുറഞ്ഞു വരുന്നു. 2 അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം എല്ലായിടത്തും എന്താണ്? ഈക്വൽ ആയിരിക്കും. ഇന്ത്യയുടെ അക്ഷാംശ മൂല്യം അനുസരിച്ച് തെക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഉഷ്ണമേഖലയിലാണ്. അപ്പോൾ തെക്ക് ഭാഗം എവിടെയാണ്? ഉഷ്ണമേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് ഭാഗം എവിടെയാണ്? ഉപോഷ്ണ മേഖല അഥവാ മിതോഷ്ണ മേഖലയിലായിരിക്കും. തെക്ക് ഭാഗം ഉഷ്ണമേഖലയിലാണ് എങ്കിൽ വടക്ക് ഭാഗം എവിടെയാണ്? ഉപോഷ്ണ മേഖല അഥവാ മിതോഷ്ണ മേഖലയിലാണ്. ഇന്ത്യയിലെ ഭൂരൂപങ്ങൾ, കാലാവസ്ഥ, മണ്ണിനങ്ങൾ, സ്വാഭാവിക സസ്യജാലങ്ങൾ എന്നിവയിൽ വൈവിധ്യങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണ്? ഈ ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്ത അക്ഷാംശീയ മേഖലകളിൽ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാലാവസ്ഥയാണെങ്കിലും ഭൂരൂപങ്ങളിലും വൈവിധ്യത ധാരാളമായിട്ടുണ്ട്. അതുപോലെ മണ്ണിനങ്ങൾ, സസ്യജാലങ്ങൾ ഒരു സ്ഥലത്ത് കാണപ്പെടുന്നതല്ല മറ്റൊരു സ്ഥലത്ത് കാണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനൊരു വൈവിധ്യം ഉള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വ്യത്യസ്ത അക്ഷാംശീയ രേഖാംശീയ സ്ഥാനങ്ങളിലായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്യുന്നു? വ്യാപിച്ചു കിടക്കുന്നു. രേഖാംശീയ മൂല്യങ്ങൾ പ്രകാരം ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തമ്മിലുള്ള വ്യത്യാസം 30 ഡിഗ്രിയാണ്. രേഖാംശീയ മൂല്യങ്ങൾ പ്രകാരം ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 30 ഡിഗ്രി വ്യത്യാസമുണ്ട്. കിഴക്ക് പടിഞ്ഞാറ് അറ്റങ്ങൾ തമ്മിലുള്ള ഏകദേശ സമയ വ്യത്യാസമാണ് 2 മണിക്കൂർ. ലോകരാജ്യങ്ങൾ പൊതുവെ മാനക രേഖാംശ രേഖയായി പരിഗണിക്കുന്നത് 7 ഡിഗ്രി 30 ഗുണിതത്തിൻ്റെ രേഖാംശ രേഖയാണ്. അപ്പോൾ 7 ഡിഗ്രി 30ൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള രേഖാംശ രേഖയാണ് മാനക രേഖാംശ രേഖയായിട്ട് ഇന്ത്യ പൊതുവെ ലോകരാജ്യങ്ങൾ പരിഗണിക്കുന്നത്. അപ്പോൾ അതൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. എന്താണ് നമ്മുടെ 12 നോട്ടിക്കൽ മൈൽ വരെയാണ് വ്യാപിച്ചിരിക്കുന്നത്. 21.9 കിലോമീറ്റർ അതിന് അകലം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ വേണ്ടത് 30 ഡിഗ്രിയാണ് അക്ഷാംശ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. വടക്ക് തെക്ക് ദൈർഘ്യം എത്രയാണ്? കിഴക്ക് പടിഞ്ഞാറ് ദൈർഘ്യം എത്രയാണെന്ന് പഠിക്കുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കുക. അടുത്താണ് USA സമയമേഖലകളുടെ എണ്ണം 7 ആണ്. USA എത്ര സമയമേഖലകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 7 സമയമേഖലകളുള്ളത്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി കിഴക്കാണ്. 82.5 ഡിഗ്രി കിഴക്കാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. ഇന്ത്യൻ മാനക സമയം ഗ്രീനിച്ച് മാനക സമയവുമായുള്ള വ്യത്യാസം 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണെന്ന് പഠിക്കുക. വലുപ്പത്തിൽ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയാണ്? 7ആണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണം 3.28 ദശലക്ഷം കിലോമീറ്റർ ആണ്.
ഇന്ത്യയുടെ ആകെ വിസ്തീർണം 3.28 ദശലക്ഷം കിലോമീറ്റർ. ലോകത്തിലെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ 2.4% ഇന്ത്യ. ലോകത്തിലെ ആകെ വിസ്തൃതിയുടെ 2.4% ഇന്ത്യ. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭൗതിക വൈവിധ്യ സവിശേഷതകൾ നമ്മളൊരു ബോക്സിൽ കൊടുത്തിട്ടുള്ള എന്താണ്? വടക്ക് ഹിമാലയ പർവ്വതമുണ്ട്, വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുൾ സുലൈമാൻ മലനിരകളുണ്ട്, വടക്ക് കിഴക്ക് പൂർവാചലുണ്ട്, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് ആണ് ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന രാജ്യങ്ങൾ. ഇന്ത്യയുടെ ഉപദ്വീപ് സമുദ്രത്തിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു. ഇത് പ്രദാനം ചെയ്യുന്ന തീരദേശ ദൈർഘ്യം 6100 കിലോമീറ്ററാണ്. അപ്പോൾ ഇന്ത്യയുടെ ഉപദ്വീപ് എങ്ങോട്ടേക്ക് വ്യാപിച്ചു കിടക്കുന്നുണ്ട്? സമുദ്രത്തിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ഡെക്കാൻ പീഠഭൂമി, ആ ഒരു ഏരിയ ഫുൾ സമുദ്രങ്ങൾക്കിടയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് എന്താ പറയുക? അതിനെ പറയുന്നത് ഉപദ്വീപ് എന്നാണ്. അത് എത്രയാണെന്ന് ചോദിച്ചാൽ ആ ഒരു ഭാഗത്ത് ഉണ്ടാവുന്ന തീരപ്രദേശ ദൈർഘ്യമാണ് 6100 കിലോമീറ്റർ. ഇന്ത്യൻ ദ്വീപസമൂഹങ്ങൾ ഉൾപ്പെടെ ഏതൊക്കെയാണ് ദ്വീപസമൂഹങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ഉണ്ട്, ലക്ഷദ്വീപ് ഉണ്ട്. ഇതൊക്കെ ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ തീരപ്രദേശ ദൈർഘ്യം ചോദിച്ചാൽ 7517 ആണ്. അപ്പോൾ ഇത് മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് പഴയ ടെക്സ്റ്റ് ആയതുകൊണ്ട് മാറ്റം ഉണ്ടെങ്കിൽ അത് തിരുത്തി പഠിക്കാൻ നോക്കാം. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ആകെ തീരപ്രദേശ ദൈർഘ്യം 7517 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ ഉൾപ്പെടെ? നമ്മുടെ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങൾ ഉൾപ്പെടെ ആണെങ്കിൽ 7517, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഉപദ്വീപ് സമൂഹത്തേക്ക് വ്യാപിച്ച് കിടക്കുന്നു. ആ ഒരു തീരപ്രദേശ ദൈർഘ്യം 6100 കിലോമീറ്ററുമാണ്. ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ഖൈബർ, ഷിപ്കില, നാഥുല, ബോണ്ടില, ബോളൻ ചുരം. അപ്പോൾ ബോളൻ ചുരം ഉണ്ട്, അതുപോലെ ഖൈബർ ചുരം ഉണ്ട്, ഷിപ്കില, നാഥുല, ബോണ്ടില. സുസ്ഥിര വികസനത്തിൽ പ്രകൃതി വിഭവങ്ങളുടെയും പരിസ്ഥിതിയുടെയും പങ്കിനെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വിവരങ്ങൾ നൽകാനുള്ളൊരു ഭൂപടാധിഷ്ഠിത പഠന സഹായിയായ ഒരു പോർട്ടലാണ് ഏത്? സ്കൂൾ ഭുവൻ. NCERT പാഠ്യപദ്ധതിയെ അടിസ്ഥാനമാക്കി ISRO നടപ്പിലാക്കിയൊരു സംരംഭമാണ് സ്കൂൾ ഭുവൻ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയും അയൽ രാജ്യങ്ങളും നോക്കാം. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ശ്രീലങ്ക, മാലദ്വീപ്, പാകിസ്ഥാൻ, ചൈന. ഏഷ്യൻ വൻകരയിൽ ഇന്ത്യയുടെ സ്ഥാനം ദക്ഷിണ മധ്യഭാഗത്താണ്. എങ്ങനെയാണ്? ദക്ഷിണ മധ്യഭാഗത്താണ്. ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ തെക്കൻ അതിരിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന് 2 ശാഖകളുണ്ടെന്ന് നമുക്കറിയാം. ബംഗാൾ ഉൾക്കടലുമുണ്ട്, അറബിക്കടലുമുണ്ട്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന് 2 ശാഖകളാണ്. ഏതൊക്കെ? ബംഗാൾ ഉൾക്കടലും അറബിക്കടലും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലകൊള്ളുന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് ശ്രീലങ്കയും മാലദ്വീപ്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏതൊക്കെയാണ്? ശ്രീലങ്കയും മാലദ്വീപുമാണ്. ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നത് പാക് കടലിടുക്കും ഗൾഫ് ഓഫ് മാന്നാറുമാണ്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എന്തൊക്കെ കാണപ്പെടുന്നു? ശ്രീലങ്കയും മാലദ്വീപും കാണുന്നു. ഇന്ത്യയെയും ഈ ശ്രീലങ്കയെയും വേർതിരിക്കുന്നൊരു കടലിടുക്കാണ് പാക് കടലിടുക്കും, അതുപോലെ തന്നെ ഗൾഫ് ഓഫ് മാന്നാറും. അപ്പോൾ ഒന്നുകൂടെ ഈ ഒരു പേജിൽ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കാം. USA സമയ മേഖലകൾ 7 ഉണ്ടെന്ന് പഠിക്കുക. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി കിഴക്കാണ്. അതുമായിട്ട് തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ് നമ്മുടെ സമയം. 7 ഇന്ത്യയുടെ സ്ഥാനം. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ആകെ വിസ്തീർണം 3.28 ആണെന്ന് പഠിക്കുക. ലോകത്തിലെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ? 2.4%. ഇന്ത്യയുടെ അതിർത്തികൾ ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് ആ ബോക്സ് നോക്കി പഠിക്കുക. അതുപോലെ തന്നെ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായ രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. തീരദേശ ദൈർഘ്യം 6100. ഇതിൻ്റെ കൂടെ നമ്മുടെ ആൻഡമാൻ നിക്കോബാറും ലക്ഷദ്വീപ് സമൂഹങ്ങളും കൂടി വരുമ്പോൾ എത്രയാവുന്നു? 7517 മാറുന്നു എന്ന് പറഞ്ഞു. പിന്നെ പഠിച്ചത് സ്കൂൾ ഭുവൻ എന്താണ്, അതുപോലെ തന്നെ NCERTയും ISROയും ചേർന്ന് നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അഫ്ഗാനിസ്ഥാനുണ്ട്, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ശ്രീലങ്ക, മാലദ്വീപ്, പാകിസ്ഥാൻ, ചൈന. ശ്രീലങ്ക, മാലദ്വീപാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ. പാക് കടലിടുക്കും ഗൾഫ് ഓഫ് മാന്നാറും ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ വേർതിരിക്കുന്നു? ഇന്ത്യയെയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ സ്ഥാനം, അത് ഇന്ത്യയുടെ സ്ഥാനം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് കണ്ടുപഠിക്കുക. അടുത്ത പരീക്ഷകളിൽ നമുക്ക് ഓഗസ്റ്റ് 1 നടക്കുന്ന പരീക്ഷകളിലൊക്കെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ടായിരിക്കും വരുന്നത്. താങ്ക് യു.